Hi traders, welcome back to Market Viewers. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റിയിൽ എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്ന് പരിശോധിക്കാം. ആദ്യം 3/1/2025 വെള്ളിയാഴ്ച 23,990 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഏതാണ്ട് 55 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയത് 24,045 എന്ന ലെവലിലായിരുന്നു. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിച്ചാൽ നമുക്കറിയാം ഏകദേശം 540 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് തന്നത്. കറക്റ്റ് ഫാളിംഗ് മാത്രമായിരുന്നു. എന്നാൽ ഒരു ഗ്യാപ്പ് അപ്പ് തന്ന് ചെറിയ രീതിയിൽ അവിടെ ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ചെറിയ ഡോജി ക്യാൻഡിൽ പോലെ നിന്നു. പിന്നീട് ഒരു ചെറിയ അപ്പ് മൂവ്. എന്നാൽ അത് തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസുകളിലേക്ക് പോവാതെ സെല്ലിംഗ് ആകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ഏതൊരാൾക്കും ഇവിടെ ഒന്നും ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതായിരുന്നു. ആ തരത്തിൽ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തു. തൊട്ട് താഴെ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ടും തകർത്ത് അതിന് താഴെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസത്തെ ലോയായ മൈനർ സപ്പോർട്ടും ജസ്റ്റ് ഓൾമോസ്റ്റ് ടെസ്റ്റ് ചെയ്തു എന്ന രീതിക്കാണ് വന്നിരുന്നത്. അപ്പോൾ അതൊരു നല്ല ട്രേഡായിരുന്നു. എന്നാൽ വീണ്ടും കിട്ടിയ അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻപറികൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഏതൊരാൾക്കും ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാമായിരുന്നു. ഡേയ്സ് ഹൈ ആയിരുന്നു. സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. നല്ല ടാർഗറ്റുകളാണ് ലഭിച്ചിരുന്നത്. അത്തരത്തിൽ നല്ല ഫാൾ ലഭിച്ചപ്പോൾ വീണ്ടും കിട്ടിയ എല്ലാ അപ്പ് മൂവും സെൽ ഓൺ ഹൈ എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞ ഏതൊരാൾക്കും നല്ല പ്രോഫിറ്റ് തന്നെയായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്ര തരത്തിലാണ്. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതിൽ ആർക്ക് കണ്ടാലും വളരെ വ്യക്തമായി മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. 23,596 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് താഴെ ഡേയ്സ് ലോ ഇന്നത്തെ 23,551 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 24,008 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 23,916, 802 എന്നിങ്ങനെ മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 24,802 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. അതായത് 23,916 എന്ന ലെവല്. അതിന് മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ വീണ്ടും ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് നമുക്ക് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ആണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുക എന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ വീണ്ടും നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഗ്രാജുവലി ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 23,459 എന്ന ലെവലിന് താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടാവുന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 23,361 എന്ന ലെവലാണ്. അതല്പം സ്ട്രോങ് ആയി നിന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോരുന്ന പക്ഷം തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായേക്കാം എന്നതാണ് പ്രതീക്ഷ. 49,873 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ ഇന്നത്തെ ഡേയ്സ് ലോയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 50,733 എന്നതാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ 50,387, 529 എന്ന ലെവലുകൾ മൈനർ റെസിസ്റ്റൻസുകളായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പർ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 50,387 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേൺ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും.
ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു, മൂവ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം. അത്തരത്തിൽ മൂവിങ് ലഭിക്കുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതുതായി രേഖപ്പെടുത്തുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളിൽ നിന്നുകൊണ്ട് അപ്പോൾ ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലാണ് 49,529 എന്ന ലെവൽ. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അതിൽ 48,086 എന്നത് ഒരു പ്രധാന സപ്പോർട്ടാകാം. എന്നാലും ഈ 48,908 എന്നൊക്കെ സാമാന്യം റേഞ്ച് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്പം സ്ലോ ആയിട്ടായിരിക്കും വരിക തന്നെ. എന്നാൽ അതുകൊണ്ട് പ്രൈസ് ഓരോ തവണയും അപ്പ് പോകുമ്പോൾ ഇത്തരത്തിൽ ബ്രേക്ക് ചെയ്ത് വന്നാൽ സെൽ ഓൺ എവരി റൈസ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷ. 77,915 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ ഇന്നത്തെ ഡേയ്സ് ലോ മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 79,330 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ 79,050, 78,815, 609 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കരുതി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് 78,609 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 77,558 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. ഇതിനകത്ത് ഈ തിക്ക് ബ്ലൂ ലൈൻ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. ഈ ലെവലുകളെല്ലാം നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നാളേക്ക് വേണ്ടിയിട്ടുള്ള 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഗുണകരമെങ്കിൽ നിങ്ങൾക്കും ഉപയോഗപ്പെടുത്താം. എന്നാൽ പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ ടെലഗ്രാം ചാനലിൽ എൻ്റെ മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ കൂടി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ കോൺടാക്റ്റ് ചെയ്യുന്നവർ ദയവായി വോയിസ് മെസ്സേജ് അയച്ച് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇടപെടുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്നാണ് അഭിപ്രായം. അത്തരത്തിൽ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്